ഓരോ മഴക്കാലവും വന്നെത്തുമ്പോൾ സംസ്ഥാനത്ത് പ്രളയം പതിവ് ദുരിതമായി മാറുകയാണ്. പുഴയോരവാസികളും താഴ്ന്ന പ്രദേശങ്ങളിൽ താമസിക്കുന്നവരും വീടുകളിൽ വെള്ളം കയറി ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്ക് മാറേണ്ടി വരുമ്പോഴും പ്രകൃതിയുടെ ഈ പ്രതിഭാസത്തിന് ശാശ്വത പരിഹാരം കാണാൻ അധികൃതർക്ക് ഇതുവരെ സാധിച്ചിട്ടില്ല. അടിക്കടി ഉണ്ടാകുന്ന പ്രളയങ്ങൾക്ക് പ്രധാന കാരണം പുഴകളുടെയും നദികളുടെയും ജലസംഭരണ ശേഷി വൻതോതിൽ കുറയുന്നതാണെന്ന വാദം ശക്തമാവുകയാണ്. വർഷങ്ങളായി പുഴകളിൽ അടിഞ്ഞുകൂടിയ മണ്ണും മണലും നീക്കം ചെയ്യാത്തതാണ് വെള്ളപ്പൊക്കത്തിന് വഴിവെക്കുന്നതെന്ന് വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നു. മണൽവാരൽ പൂർണ്ണമായി നിരോധിച്ചതാണ് പുഴകളുടെ ആഴവും ജലസംഭരണ ശേഷിയും കുറയാൻ കാരണമായതെന്നാണ് ഒരു വിഭാഗം വാദിക്കുന്നത്. കൃത്യമായ നിർദ്ദേശങ്ങളോടെയും പരിധിയോടെയും പുഴകളിൽ നിന്ന് മണലെടുപ്പ് പുനരാരംഭിച്ചാൽ പ്രളയഭീഷണിക്ക് ഒരു പരിധിവരെ ശമനമുണ്ടാകുമെന്നാണ് ഇവരുടെ പക്ഷം. എന്നാൽ പുഴകളിൽ നിന്നുള്ള അമിതമായ മണലെടുപ്പ് കനത്ത കരയിടിച്ചിലിനും നദീതീരങ്ങളുടെ നാശത്തിനും കാരണമാകുമെന്ന മുന്നറിയിപ്പുമായി പരിസ്ഥിതി പ്രവർത്തകരും രംഗത്തുണ്ട്. അനിയന്ത്രിതമായ മണലൂറ്റൽ പുഴകളുടെ സ്വാഭാവിക ഒഴുക്കിനെയും ആവാസ വ്യവസ്ഥയും തകർക്കുമെന്നാണ് ഇവരുടെ ആശങ്ക. അതേസമയം സംസ്ഥാനത്തെ പുഴകളിൽ മണൽവാരൽ നിരോധിച്ചതിനു പിന്നിൽ കരിങ്കൽ ക്വാറി മാഫിയയുടെ ഇടപെടലാണെന്ന ഗുരുതരമായ ആരോപണവും ഉയരുന്നുണ്ട്. മണൽവാരൽ നിരോധിച്ചതോടെ നിർമ്മാണ മേഖല പൂർണ്ണമായും കരിങ്കൽ ഉൽപ്പന്നമായ എംസാൻഡിനെ ആശ്രയിക്കാൻ നിർബന്ധിതമായി. ഇത് ക്വാറി ഉടമകൾക്ക് കോടികളുടെ ലാഭമാണ് ഉണ്ടാക്കി കൊടുക്കുന്നത്. സർക്കാരും ക്വാറി ഉടമകളും തമ്മിലുള്ള ഒത്തുകളിയുടെ ഭാഗമായാണ് മണൽവാരൽ പൂർണ്ണമായി നിരോധിച്ചതെന്ന ആരോപണവും ശക്തമാണ്. മണൽവാരൽ നിരോധിച്ചതോടെ പരമ്പരാഗതമായി ഈ മേഖലയെ ആശ്രയിച്ച് ജീവിച്ചിരുന്ന പതിനായിരക്കണക്കിന് തൊഴിലാളികളുടെയും അവരുടെ കുടുംബങ്ങളുടെയും ഉപജീവന മാർഗമാണ് ഇല്ലാതായത്. പ്രകൃതി സംരക്ഷണം ഉറപ്പുവരുത്തുന്നതിനോടൊപ്പം തന്നെ പുഴകളുടെ ആഴം കൂട്ടി പ്രളയ സാധ്യത കുറയ്ക്കാനുള്ള നടപടികളാണ് സർക്കാർ സ്വീകരിക്കേണ്ടത്. കൃത്യമായ പഠനം നടത്തി പുഴകളുടെ സ്വാഭാവിക ഒഴുക്ക് തടസ്സപ്പെടാത്ത രീതിയിൽ ശാസ്ത്രീയമായ രീതിയിൽ മണ്ണും മണലും നീക്കം ചെയ്യണമെന്ന ആവശ്യം ശക്തമാവുകയാണ്. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്തറ.